ഈ സമയത്ത് നമുക്ക് പാട്ട് പാടി നമ്മെ സഹായിക്കുവാൻ സിസ്റ്റർ ഷെർലിനെയും ബ്രദർ ഷോണിനെയും ലൈനിലേക്ക് ക്ഷണിക്കുന്നു. Praise the Lord. സംഗീലെ ചോരകൊണ്ട് അവരെന്നെയും വീണ്ടെടുത്തു, ചങ്കോടണച്ചവനേ നിന്നെ ഞാൻ ചാരിടുന്നു. ചങ്കിലെ ചോര കൊണ്ട് അവനെന്നെയും വീണ്ടെടുത്തു, ചങ്കോടണച്ചവനേ നിന്നിൽ ഞാൻ ചാരിടുന്നു. ചങ്കോടണച്ചവനേ നിന്നിൽ ഞാൻ ചാരിടുന്നു. നാടെങ്ങും നന്മ ചെയ്യുവാൻ ചുറ്റി നടന്നവനേ, നാടെങ്ങും നന്മ ചെയ്യുവാൻ ചുറ്റി നടന്നവനേ, കണ്ണിൽ ദയവില്ലാതെ ദുഷ്ടരടിച്ചുവല്ലോ, കണ്ണിൽ ദയവില്ലാതെ ദുഷ്ടരടിച്ചുവല്ലോ, ചങ്കിലെ ചോര കൊണ്ട് അവനെന്നെയും വീണ്ടെടുത്തു, ചങ്കോടണച്ചവനേ നിന്നിൽ ഞാൻ ചാരിടുന്നു. ചങ്കോടണച്ചവനേ നിന്നിൽ ഞാൻ ചാരിടുന്നു. പൊൻപിതാവേ ശങ്ക കൂടാതെ വന്ന്, പൊൻപിതാവേ ശങ്ക കൂടാതെ വന്ന്, പൊൻചിറകു വിരിക്കാൻ ആശ്വാസം പ്രാപിപ്പാൻ, പൊൻചിറകു വിരിക്കാൻ ആശ്വാസം പ്രാപിപ്പാൻ, ചങ്കിലെ ചോര കൊണ്ട് അവനെന്നെയും വീണ്ടെടുത്തു, ചങ്കോടണച്ചവനേ നിന്നിൽ ഞാൻ ചാരിടുന്നു. ചങ്കോടണച്ചവനേ നിന്നിൽ ഞാൻ ചാരിടുന്നു. അമേൻ. പാട്ടുപാടി സഹായിച്ച കർത്താവിന്റെ മക്കളോട് നന്ദി അറിയിക്കുന്നു. വാഴ്ത്തു. പാട്ടുകാരൻ പാടിയതുപോലെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു, അവന് ചങ്കിലെ ചോര കൊണ്ട് നമ്മെ വീണ്ടെടുത്തു. ആ കർത്താവിന്റെ മാറിൽ ചാരിക്കൊണ്ട് നമ്മുടെ യാത്ര ചെയ്യുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. അമേൻ. സ്തോത്രം. ഈ സമയത്ത് വചനം ശ്രവിക്കുവാനുള്ള സമയമാണല്ലോ. നമ്മെ തന്നെ കർത്താവിന്റെ കരുത്തിലേക്ക് കൊടുക്കാം. അടിയനോട് സംസാരിക്കണമേ എന്ന് താഴ്മയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ലൈനിലായിരിക്കാം. വചനം ശക്തമായി ശുശ്രൂഷിപ്പാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ക്രൂശിന്റെ മറവിൽ കർത്താവ് മറയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ സമയത്ത് വചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രഞ്ജൻ ജോർജിനെ ലൈനിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തെ സ്നേഹിച്ച് ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദേവദാസി, ശബ്ദപരിധിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവിന്റെ തിരുവചനവുമായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഈ ആണ്ടിന്റെ അവസാന മാസത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപ്പെടുത്തൽ നമുക്കായിരിക്കാം. ദൈവവചനമാണ് നാം കേൾക്കുന്നത്. ദൈവവചനത്തിന് എന്നും ശക്തിയുണ്ട്. നമ്മെ വിടുവിക്കുവാൻ, നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാനൊക്കെ ദൈവവചനത്തിന് കഴിയും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ദൈവവചനത്തിന്റെ കേൾവിക്കായി വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇന്ന് ഈ രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 7, 8, 9 വാക്യങ്ങൾ വായിക്കുന്നു. ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 15 വേഴ്സ് 7 to 9. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 15-ാം
15 അധ്യായം അതിന്റെ 7, 8, 9 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പത്രോസ് എഴുന്നേറ്റ് അവരോട് പറഞ്ഞത്, സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തതുകൊണ്ട് സാക്ഷി നിന്ന് വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ഒരിക്കൽ കൂടെ ഞാൻ ആ വേദഭാഗം വായിക്കുന്നു. സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമുക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്നു. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. വളരെ പ്രാർത്ഥനയോടെ ഈ വചന കേൾവിയുടെ മുൻപിൽ നിങ്ങൾ ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. നാം വായിച്ച വേദഭാഗത്തിനകത്ത് 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ അടങ്ങിയിരിപ്പുണ്ട്. 15 അധ്യായം അതിന്റെ 7 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചപ്പോൾ അതിൽ 3 പ്രധാനപ്പെട്ട വിഷയമാണ്. ഒന്ന്, ദൈവം നിശ്ചയിച്ചതാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഗത്തു നിന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയിച്ചതേ നടക്കത്തുള്ളൂ. 2, നമ്മുടെ ദൈവം ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. 3, നമ്മുടെ ദൈവം ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഒരിക്കൽ കൂടെ ഞാനത് ആവർത്തിക്കാം. സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയിച്ചതാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവം നിശ്ചയിച്ചതേ നടക്കത്തുള്ളൂ. നമുക്ക് നല്ല ബലം നൽകുന്ന ഒരു വചനമാണത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, നമ്മളിപ്പോൾ ഏത് അവസ്ഥയിലായിരുന്നാലും ഒരു കാര്യം ഉറപ്പിച്ച് നമ്മൾ വിശ്വസിക്കണം. ദൈവം നിശ്ചയിച്ചതാണ് എന്റെ ജീവിതത്തിൽ നടക്കുന്നത്. ദൈവം നിശ്ചയിച്ചതേ എന്റെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? 2, നമ്മുടെ ദൈവം ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. 3, അവൻ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഈ 3 വിഷയം ഇതിനകത്ത് അടങ്ങിയിരിപ്പുണ്ട്. ഇത് ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ പത്രോസിന്റെ വിശദീകരണമാണ് ഈ 15 അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ, നമ്മൾ വായിച്ച ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു തർക്ക വിഷയത്തോടുള്ള ബന്ധത്തിൽ പത്രോസിന്റെ വിശദീകരണമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിന്റെ ഈ തർക്ക വിഷയം എന്ന് പറയുന്നത് 10 അധ്യായത്തിലാണ് കിടക്കുന്നത്. 10 അധ്യായം നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10 അധ്യായം എന്ന് പറയുന്നത് കൊർന്നല്യോസ് എന്ന ജാതീയന്റെ ഭവനത്തിൽ പത്രോസിനെ ദൈവം അയക്കുന്നു. അവിടെ ദൈവവചനം അവരോട് സംസാരിക്കുന്നു. ദൈവവചനം കേൾക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്നു. പിന്നീട് അവർ മാനസാന്തരപ്പെട്ട് സ്നാനത്തിലേക്ക് കടക്കുന്നു. ഈ രംഗമാണ്. അങ്ങനെ ജാതികൾ ദൈവസഭയുമായിട്ട് ചേരുന്ന ഒരു രംഗമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10 അധ്യായത്തിൽ. അല്ലെങ്കിൽ സുവിശേഷം കേട്ട് ജാതികൾ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് ദൈവമക്കളായി മാറുന്ന ഒരു രംഗമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കൊർന്നല്യോസിന്റെ ഭവനമാണ് ആ 10 അധ്യായത്തിലെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അവിടെ പത്രോസിന്റെ ശക്തമായ പ്രസംഗം അവിടെ നടക്കുന്നു. സുവിശേഷം ജാതികളിലേക്ക് പോകുന്നു. പിന്നീട് വചനം കേൾക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു. ആ വചനം കേട്ടവർ സ്നാനത്തിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെയുള്ള രംഗങ്ങളാണ്. ജാതികൾ സ്നാനപ്പെട്ട് സഭയുമായിട്ട് ചേരുന്ന രംഗമാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 10 അധ്യായം. ഈ വിഷയം വളരെ പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ട് 11 അധ്യായത്തിന്റെ തുടക്കത്തിൽ ആ വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. 10 അധ്യായത്തിന്റെ വിഷയത്തെ കുറിച്ച് പറയുന്നത് ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദ്യരുടെ സഹോദരന്മാരും കേട്ടു. ഏതാണ് ജാതികൾ? ഈ 10 അധ്യായത്തിലെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്ന സുവിശേഷം കേട്ട് വിശ്വസിച്ചവർ. ആ ഭവനത്തിൽ കടന്നു വന്നവർ ജാതികളായിരുന്നു. അവർ വചനം കേട്ട് വിശ്വസിച്ചു. അത് ആവർത്തിച്ച് 11 അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുകയാണ് ജാതികളും ദൈവവചനം കൈക്കൊണ്ട് എന്ന് അപ്പോസ്തലന്മാരും യഹൂദ്യരുടെ സഹോദരന്മാരും കേട്ടു. അപ്പോൾ ആ കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് 15 അധ്യായത്തിൽ. ഒരു വിഷയം വന്നപ്പോൾ പത്രോസ് ആ 10 അധ്യായത്തിൽ നടന്ന സംഭവങ്ങളുടെ ഒരു വിശദീകരണം നൽകുന്ന രംഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ നമ്മൾ കണ്ടത്. അവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഇത് ദൈവം നിശ്ചയിച്ച കാര്യമാണ്. ഞാൻ പത്രോസ് നിശ്ചയിച്ചതല്ല, ദൈവം നിശ്ചയിച്ച കാര്യമാണ്.
കൊർന്നല്യോസിന്റെ ഭവനം അവിടെ കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങളിൽ രക്ഷിക്കപ്പെടണമെന്നുള്ളത്, സുവിശേഷം കേൾക്കണമെന്നുള്ളത്, ആത്മാവ് അവരുടെ മേൽ വരണമെന്നുള്ളത്, അവർ സ്നാനപ്പെടണമെന്നുള്ളത്, അവർ സഭയോട് ചേരണമെന്നുള്ളത് ദൈവം നിശ്ചയിച്ചതാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ഈ 2023 ആണ്ടിന്റെ അവസാന മാസത്തിന്റെ ആരംഭം വ്യാഴാഴ്ച വിളിച്ചു പറയുന്നു, ദൈവം നിശ്ചയിച്ചതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവം നിശ്ചയിച്ച കാര്യമാണ്. നാളെ നടക്കാൻ പോകുന്നതും ദൈവം നിശ്ചയിച്ച കാര്യം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവം അറിഞ്ഞുകൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുന്നത്. കാരണം എല്ലാത്തിന്റെയും അറിവ് ദൈവത്തിന്റെ മക്കളാണ്. ദൈവം നിശ്ചയിച്ചതാണ്. ദൈവം നിശ്ചയിച്ചതേ നമ്മുടെ ജീവിതത്തിൽ നടക്കുകയുള്ളൂ. അവിടെ പത്രോസ് പറയുന്ന 3 കാര്യമാണ്. ദൈവം നിശ്ചയിച്ചതാണ് നടക്കുന്നത്. രണ്ടാമത്, ദൈവം ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ അറിയുന്ന ഒരു ദൈവം. അതിനനുസരിച്ച് ദൈവത്തിന്റെ വചനം പ്രവർത്തിക്കും. ഇന്ന് ഈ രാത്രിയിലും പകലുമായി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എങ്ങനെയാണ് ദൈവവചനത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത്? അതിനനുസരിച്ചാണ്. എങ്ങനെയാണ് നിങ്ങൾ ദൈവവചനത്തോട് പ്രതികരിക്കുന്നത്? അതിനനുസരിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ ഒരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തോടുകൂടി എത്രയോ പ്രസംഗങ്ങൾ കേൾക്കുന്നു. അതിന്റെ കൂടെ ഒരു പ്രസംഗം കൂടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രസംഗം കേട്ട് മടങ്ങിപ്പോകാം. ചിലപ്പോൾ നല്ലതെന്ന് പറയാം, അല്ലെങ്കിൽ ശരിയായില്ല എന്ന് പറയാം. എന്നാൽ എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന സമയമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ ഒരു വചനം മതി എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുവാൻ, എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ഒരു വചനം മതി കർത്താവേ. ആ വചനം ഇന്ന് രാത്രി ഇന്ന് പകൽ എന്നോട് സംസാരിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെ, കൊതിയോടെ, വാഞ്ചയോടെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നിങ്ങൾ കേൾക്കാൻ തയ്യാറായാൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആത്മാക്കളെ ദൈവത്തിന്റെ ആത്മാവ് തൃപ്തിപ്പെടുത്തും. നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും, നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റും. അതിൽ നിങ്ങളുടെ വിഷയത്തിന്റെ വിടുതൽ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടും. അത് പൂർണ്ണമായി ഞാനത് വിശ്വസിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കും. കാരണം ഇത് അന്ത്യകാലമാണ്. പത്രോസ് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിലെ 2-ാം അധ്യായത്തിലെ ആദ്യ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം തന്നെ അന്ത്യകാലത്തെന്നാണ്, അന്ത്യകാലമാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത്. പത്രോസ് അന്ത്യകാലം എന്ന് പറഞ്ഞ് ആ മാളികമുറിയുടെ നടന്ന പ്രസംഗത്തിൽ തുടങ്ങിയെങ്കിൽ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത് അന്ത്യനാഴിക വന്നിരിക്കുന്നു എന്നാണ്. ശ്രദ്ധിക്കണമേ ദൈവത്തിലെ, പത്രോസ് അന്ത്യകാലം എന്ന് പറഞ്ഞാണ് തുടങ്ങിയെങ്കിൽ ഇത് അന്ത്യനാഴികയുടെ സമയമാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. ലോകം അവസാനിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങൾ അതെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, വളരെ സങ്കീർണമായ അനുഭവങ്ങളിലൂടെ ലോകം കടന്നു പോകുന്ന വാർത്തകൾ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും, പ്രകൃതിക്ഷോഭങ്ങളും, വല്ലാത്ത തരത്തിലുള്ള വ്യാധികളും ബാധകളും ഒക്കെ കടന്നു വന്ന് മനുഷ്യകുലത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ഇത് അന്ത്യകാലയളവാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ആത്മഭാരം നമുക്കുണ്ടാകണം. ആ രക്ഷയിലേക്ക് ജനത്തെ നയിക്കുവാനുള്ള ആത്മഭാരം നമുക്കുണ്ടാകണം. ആത്മദാഹം നമുക്കുണ്ടാകണം. വചനത്തിന്റെ വെളിപ്പാടുകൾ വെളിപ്പെടേണ്ടതിന് ഉള്ള ആത്മദാഹം, ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാനുള്ള ആ കണ്ണ് തുറക്കുവാനുള്ള ആത്മദാഹം നമുക്കുണ്ട്. ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, വചനങ്ങൾ ധ്യാനിപ്പാൻ, അത് കേൾക്കുവാൻ, അതിന്റെ വിടുതൽ അനുഭവിപ്പാനുള്ള ആത്മദാഹം നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ ആത്മാവിന്റെ എരിവ് നമുക്കുണ്ടാകണം. ആത്മാവിന്റെ എരിവ്, യേശുവിനെ കുറിച്ച് പറഞ്ഞ ആലയത്തെ കുറിച്ചുള്ള എരിവ് അവനെ തിന്നുകളഞ്ഞു എന്ന് പറയുന്നത് പോലെ ആത്മാവ് അതിന്റെ എരിവ് നമുക്കുണ്ടാകണം. ദൈവസന്നിധിയിലെ ആഘോഷം, ആ സന്തോഷം അനുഭവിപ്പാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണം. അതൊരു വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളായിരിക്കണമേ. ഈ 10-ാം അധ്യായം നമ്മുടെ ജീവിതത്തിലെ ചരിത്ര അനുഭവമാണ്. നമ്മളും ഈ വിശ്വാസത്തിലേക്ക് വരുവാനുള്ള തുടക്കം അവിടെ നിന്നാണ്. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായത്തിലാണ് ജാതികൾ, യഹൂദരല്ലാത്തവരെല്ലാം ജാതികൾ. അങ്ങനെയാണെങ്കിൽ നമ്മളും ജാതികളായിരുന്നു. ആ ജാതികൾ സുവിശേഷം കേൾക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കി കൊടുത്തു. ദൈവം നിശ്ചയിച്ചു ഇവർ സുവിശേഷം കേൾക്കണം. അങ്ങനെ സുവിശേഷം ആ ഭവനത്തിൽ കേൾപ്പിച്ചു. ആ ഭവനത്തിൽ കൂടി വന്നവരും ആ ഭവനത്തിലുള്ളവരും സുവിശേഷം കേട്ടു. അവരുടെ മേൽ ആത്മാവ് വന്നു, പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷയിൽ സംസാരിച്ചു. അവർ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്നാനപ്പെട്ടു. ആ തുടർച്ചയാണ് നമ്മളിലൂടെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന സുവിശേഷത്തിലൂടെയുള്ള രക്ഷ അനുഭവം എന്ന് പറയുന്നത്. ഇനിയാണ് നമുക്ക് ആ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. അതിനകത്തൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് കേൾക്കുന്ന ആത്മാക്കളെ, ഇനിയും കേൾക്കുവാൻ തുടങ്ങുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മളെ തന്നെ ഒന്ന് വിവേചിക്കുവാനുള്ള അനുഭവങ്ങളാക്കി മാറ്റുവാൻ അപ്പോസ്തല പ്രവർത്തന പുസ്തകം 10-ാം അധ്യായത്തിലെ കൊർന്നല്യോസിന്റെ ഭവനത്തെ ഒന്ന് വിവേചിക്കാൻ പോവുകയാണ്.
ശ്രദ്ധിക്കണമേ. ആ കൊർന്നല്യോസിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. 7 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അവൻ ഭക്തനായിരുന്നു. അങ്ങനെ അവിടെ കൊടുത്തിരിക്കുന്നത് 2-ാം വാക്യം, അവൻ ഭക്തനും. ഒന്ന്, കൊർന്നല്യോസിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. കൊർന്നല്യോസ് ഞാൻ പറഞ്ഞല്ലോ ഒരു യഹൂദനല്ല, പക്ഷെ യഹൂദ പശ്ചാത്തലത്തിൽ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാ. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ ആരാധിക്കുന്ന സത്യദൈവത്തെ പിൻപറ്റുന്ന ഒരാളാണ് ഈ കൊർന്നല്യോസ്. യഹൂദ ആരാധനയോടും ദൈവത്തോടുമൊക്കെ അനുഭാവമുള്ള ഒരാളായിരുന്നു ആര്? ഈ ഭക്തനായ ഈ കൊർന്നല്യോസ്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുവാൻ, സത്യദൈവത്തെ കണ്ടുമുട്ടിയ ഒരാൾ, പിൻപറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജാതീയനായ മനുഷ്യനായിരുന്നു കൊർന്നല്യോസ്. ആ കൊർന്നല്യോസിനെ കുറിച്ച് 1-ാമത് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്ന വേദഭാഗം, അവൻ ഭക്തനാണ്. ശ്രദ്ധിക്കണം, അവൻ ഭക്തനാണ്. ആരാണ് ഈ ഭക്തൻ? നമുക്കറിയാം, ഇതിനു മുൻപ് നമ്മൾ ഈ ഭക്തന്മാരെ കുറിച്ച് കേട്ടത് ഇയ്യോബിന്റെ പുസ്തകത്തിനകത്താ. ഇയ്യോബിനെ കുറിച്ചും പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, അവൻ ഭക്തനാണ്. ഇവിടെയും പറയുന്നു കൊർന്നല്യോസ് ജാതീയനായ മനുഷ്യൻ ഭക്തനായിരുന്നു. എന്താണ് ഈ ഭക്തി എന്ന് പറയുന്നത്? നമുക്ക് ഈ കാലഘട്ടത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ഈ ഭക്തൻ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നത് വെള്ളയുടുപ്പിട്ടതും മീശ വടിച്ചതും അല്ലെങ്കിൽ താടി വെച്ചതും ആഭരണമൊക്കെ ഉപേക്ഷിച്ചതുമൊക്കെയാണ് ഈ ഭക്തിയുടെ ലക്ഷണമെന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷണമൊക്കെ മുൻപിൽ വെളിപ്പെടുത്തി എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം, നമ്മൾ ഭക്തന്മാരായ എന്നുള്ള ചിന്തയിലാണ് പെന്തക്കോസ്ത് സമൂഹം ഇന്ന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം വേണ്ടെന്നല്ല, ഇതെല്ലാം വേണം. ഏതാ? ഈ പറഞ്ഞ ബാഹ്യമായിരിക്കുന്ന അടയാളങ്ങളൊക്കെ വേണം. കാരണം അത് നമ്മുടെ പഴയ തലമുറ ശുദ്ധീകരണത്തിന് വേണ്ടി ചെയ്തു വെച്ച കാര്യങ്ങളാണ്. അതൊന്നും വേണ്ട എന്ന് ഞാൻ പറയത്തില്ല, അതെല്ലാം വേണം. എന്നാൽ ശ്രദ്ധിക്കണം, എന്താണ് ഭക്തി? യാക്കോബിന്റെ ലേഖനത്തിനകത്ത് 1-ാം അധ്യായം അതിന്റെ 26-27 വാക്യം ഒന്ന് വായിക്കണം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 26-27 വാക്യം ശ്രദ്ധിച്ചു കേൾക്കണമേ, ഞാൻ വായിക്കാം. എന്താണ് ഭക്തി? എന്താണ് ഭക്തൻ? നിങ്ങൾ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാകുന്നു. എന്താ ഭക്തി? ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ നാവിന് കടിഞ്ഞാണിടാത്തതൊന്നും ഭക്തിയോ അല്ല. നാവിന് കടിഞ്ഞാണിടാത്ത ജീവിതമാണെങ്കിൽ അവൻ ഭക്തനല്ല, അവൾ ഭക്തയല്ല. നല്ലപോലെ പ്രാർത്ഥിക്കും, പക്ഷേ സംസാരിക്കാൻ കൊള്ളുകയില്ല, അടുപ്പിക്കാൻ കൊള്ളുകയില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇടപെടാൻ കൊള്ളുകയില്ല. ഭയങ്കര പ്രാർത്ഥനക്കാരിയാ, പക്ഷെ ഇടപെടാൻ കൊള്ളുകയില്ല. ഇവിടുത്തെ കാര്യം അവിടെ ചെന്ന് പറയും. ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്, പക്ഷേ സംസാരം ശരിയല്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പലരെ കുറിച്ച് പെന്തക്കോസ്തുകാരെ കുറിച്ച് കേൾക്കാം. പക്ഷെ ഇവിടെ പുസ്തകം പറയുന്നു, നാവിന് കടിഞ്ഞാണിടാതിരുന്നാൽ അത് ഭക്തിയല്ല, അവർ ഭക്തനല്ല. യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്, നാവ് വലിയ വിഷയമാണ്. നാവിനെ നമ്മൾ കടിഞ്ഞാണിടണം. കാരണം മനുഷ്യ ശരീരത്തിനെ ഏറ്റവും ധിക്കാരം കാണിക്കുന്ന ഒരു അവയവം ഏതാന്ന് ചോദിച്ചാൽ നാവാണ്. പറഞ്ഞാലൊന്നും കേൾക്കുകയില്ല. നമ്മളെ ചിന്തിക്കും ആ വിഷയത്തിൽ മൗനമായിരിക്കും, ഏറ്റവും നടക്കില്ല, അന്നേരം നമ്മൾ സംസാരിക്കുക. ചില സമയത്തൊക്കെ നമ്മൾ എന്തും പറഞ്ഞത് ഈ നാവ് ഒരു വലിയ വിഷയമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ ഭയങ്കര വിഷയമാണ്. പല സഭകളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ നാവാണ്. ഞാൻ ആ സ്ത്രീകളെ കുറ്റം പറയുകയല്ല, ഞാൻ അവരെ ബഹുമാനിക്കുന്നു. അവരാണ് പ്രാർത്ഥിക്കുന്നത്, അവരാണ് ആരാധിക്കുന്നത്, അവരിലേക്ക് മൊത്തം പോയി. പക്ഷെ ഈ ഒരു കുഴപ്പമുണ്ട്, പല പീഡനങ്ങളും തടസ്സം നാവാണ്. എന്റെ പുസ്തകം പറയുന്നു, യേശു കർത്താവ് പറയുന്നു, ഒരു കനാന്യ സ്ത്രീയോട് പറഞ്ഞു, നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ. കാരണം അവിടെ നാം വിശ്വാസത്തിനനുസരിച്ച് ചലിച്ചു, വിടുതലിനേക്ക് അത് ചലിച്ചു. അതുകൊണ്ട് ദൈവം പറഞ്ഞത് നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ. അപ്പൊ ആ നാവ് നല്ലതായിരുന്നു, ആ ശബ്ദം നല്ലതായിരുന്നു. തന്റെ ജീവിതത്തിലെ വിഷയങ്ങളെ നോക്കിക്കൊണ്ട് പ്രവചിച്ച ഒരു 12 സംവത്സരമായ സ്ത്രീയുണ്ട്. ആരും പറഞ്ഞില്ല. അവൾ യേശുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അവളുടെ നാവ് ചലിപ്പിച്ചു. എങ്ങനെ? വിശ്വാസത്തിനനുസരിച്ച് ചലിപ്പിച്ചു. യേശുവിൽ നിന്ന് വെളിപ്പെടേണ്ട വിടുതലിനനുസരിച്ച് അവളുടെ നാവ് ചലിപ്പിച്ചു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് എനിക്ക് സൗഖ്യം വരുമെന്ന് അവളുടെ നാവ് അവളോട് പറഞ്ഞു.
ആ പറച്ചിൽ ആ യേശുവിലുള്ള ശക്തി അവളിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ചില അവസരങ്ങളിൽ ഈ നാവ് വലിയ പ്രശ്നമാണ്. യോബിന്റെ ഭാര്യയെ നമുക്കറിയാമല്ലോ. യോബിന്റെ ഭാര്യ ആ നാവ് ജനിപ്പിച്ചത് ശാപത്തിന്റെ രീതിയിലാണ്, ദൈവത്തെ നിന്ദിക്കുന്ന രീതിയിലാണ്. എടോ ഭക്ത, തന്റെ ഭക്തിയൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഈ ദൈവത്തെ ജപിച്ചു പോയി ചാവ്. കണ്ട, ദാവീദിന്റെ ഭാര്യ കൊട്ടാരത്തിലാണ് ഇരിക്കുന്നെങ്കിലും നിങ്ങള് ആരാധനയ്ക്കെതിരായിട്ട് സംസാരിക്കുക. ഇസ്രായേൽ എന്ന് പറഞ്ഞ സഹോദരിയെ നമുക്കറിയാം, മുന്തിരിത്തോട്ടം സ്വന്തമായിട്ടുള്ള ഒരു മനുഷ്യനെതിരെ സംസാരിക്കുക, ഒരു ഭക്തനെതിരെ സംസാരിക്കുക, ഒരു ദൈവത്തിനെതിരെ സംസാരിക്കുക. അവന് കൊല്ലാനുള്ള തന്ത്രങ്ങൾ അവിടെ നാവിലൂടെ വെളിപ്പെടുകയാണ്. എലിയാവ് എന്ന് പറഞ്ഞ ഭക്തനെതിരായിട്ട് അവൾ സംസാരിക്കുക. പലപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാവ് പൊട്ടിക്കാതിരുന്നാൽ വിടുതൽ നടക്കില്ല. നാവിനെ ക്രമീകരിക്കാതിരുന്നാൽ വിടുതൽ നടക്കില്ല. കാരണം നാവ് ചെറിയ അവയവമാണെങ്കിലും, നാവിന്റെ വലിപ്പം വളരെ കുറവാണെങ്കിലും അതുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. അത് വീട്ടിനകത്തും ഉണ്ടാക്കും, അത് ജോലി സ്ഥലത്തുണ്ടാക്കും, അത് സഭയ്ക്കകത്തും ഉണ്ടാക്കും. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ഈ പ്രയർ ലൈനുള്ള ദൈവമക്കളോടും എന്നെ ഇനിയും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ക്രമീകരിക്കേണ്ടത് നാവിനെയാണ്. എന്നെ പഠിപ്പിച്ച PN സക്കറിയ സാർ എന്ന ലോകത്ത് ഇല്ല. അദ്ദേഹം ദൈവത്തിലേക്ക് ചേർക്കപ്പെട്ടു. അദ്ദേഹം എന്നോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, രജ, ഈ എല്ലാ ഭാഷയും അറിയാം, പക്ഷെ ഒരു ഭാഷയിലും മൗനമായിരിക്കാൻ അറിയില്ല. ചിലർ അങ്ങനെയാണ്. ചിലർ എല്ലാ ഭാഷയിലും സംസാരിക്കും, PhD ഉള്ളവരാ, എല്ലാ ഭാഷയിലും അവർ സംസാരിക്കും. പക്ഷെ ഒരു ഭാഷയിലും അവർക്ക് മൗനമായിരിക്കേണ്ട സമയത്ത് മൗനമായിരിക്കാൻ അവർക്ക് അറിയില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരില് ഒന്നാമത്തേത്, ഭക്തി വെളിപ്പെടണമെങ്കിൽ, ഒരു ഭക്തനാകണമെങ്കിൽ ഞാനും നിങ്ങളും, നിങ്ങൾ മാത്രമല്ല എല്ലാവരും കൂട്ടിക്കാണ് പറയുന്നത്, ഞാനും നിങ്ങളും നാവിനെ ക്രമീകരിക്കണം. നാവിന് കടിഞ്ഞാണിടണം. പറയേണ്ടത് മാത്രം പറയുക, പറയേണ്ട സമയത്ത് മാത്രം പറയുക, പറയാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന കാര്യം മാത്രം സംസാരിക്കുക. ഈ നാവൊന്ന് ക്രമീകരിച്ചാൽ പല വിടുതലുകളും നിങ്ങളുടെ ഭവനത്തിനകത്ത് നടക്കും. നാവിനൊന്ന് ക്രമീകരിച്ചാൽ നിങ്ങളുടെ തലമുറയിൽ പല വിടുതലുകളും നടക്കും. ഇവിടെ ഭക്തി എന്ന് യാക്കോബ് ലേഖനത്തിൽ എഴുതുകയാണ്. ഒന്ന്, നാവിനെ കടിഞ്ഞാണിടണം. ഇല്ലാത്ത ഭക്തി ഭക്തിയാണ്, പ്രയോജനമില്ലാത്ത ഭക്തിയാണ്. ശ്രദ്ധിക്കണം. താഴോട്ട് വായിക്കുമ്പോൾ അടുത്തത് എന്താണ്? പിതാവായ ദൈവത്തിന്റെ മുൻപാകെ, 1-ാം അധ്യായം 26-27 വാക്യം വായിക്കുന്ന യാക്കോബിന്റെ ലേഖനം. ഒന്ന്, നാവിന് കടിഞ്ഞാണിടണം. 2, ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ, ദൈവസന്നിധിയിൽ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും. ഇതാരും പറയില്ല, ഇതൊരു പാസ്റ്ററും പഠിപ്പിക്കുകയല്ല, ഇതൊരു പ്രസംഗത്തിൽ നിങ്ങൾ കേൾക്കാറില്ലല്ലോ. ആരാധിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, ഇതൊക്കെയല്ലേ നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഭക്തി ഇതാ, ദൈവത്തിന്റെ മുൻപാകെ നിർമ്മലമായ ഭക്തി ഏതാണെന്നറിയാമോ? ദൈവം കാണുന്ന ഭക്തി ഏതാണെന്നറിയാമോ? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നത് എന്ന് പറഞ്ഞാൽ നിനക്കുള്ളത് അവരുമായി ഷെയർ ചെയ്യുന്നത്, നീ അവരുടെ നേരെ അവരെ താഴ്ചയിൽ നിന്ന് ഉയർത്തുവാൻ ശ്രമിക്കുന്നത്, അതാണ് യഥാർത്ഥ ഭക്തി. അതാണ് ഭക്തന്റെ ലക്ഷണം. നമുക്ക് ഈ പരിപാടിയൊന്നുമില്ല, പെന്തക്കോസ്തുകാർക്ക് ഈ പരിപാടിയേ ഇല്ല. അവർക്ക് നമുക്ക് കൈയടിക്കണം, ഒച്ചിരി ഉറക്കെ, ഇച്ചിരൂടെ ഞങ്ങളുടെ പരിപാടി ഇച്ചിരൂടെ, പോരാ കൈയടിക്ക്, പാട്ടുപാട്, പ്രാർത്ഥിക്ക്, ഇതൊക്കെയാ. പക്ഷെ ഇതും വേണം. അത് വേണ്ടെന്നല്ല, പക്ഷെ അത് പ്രയോജനപ്പെടണമെങ്കിൽ ഇത് വേണം. ഏതാണ്? നാവിന് കടിഞ്ഞാണ്ടിടണം. 2, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ പോയി കാണണം. അതാണ് ആ വേദഭാഗം. നിങ്ങൾ ശരിക്കും പോയി പിന്നെയൊന്ന് വായിക്കണം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന് 26-27. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ, മനുഷ്യരുടെ മുൻപാകെ അല്ല, പിതാവായ ദൈവത്തിന്റെ മുൻപാകെ സ്വസ്ഥവും നിർമ്മലവുമായ ഭക്തിയോ, ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ. എന്താണത്? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുക. കാരണം അനാഥർക്കും വിധവമാർക്കും ന്യായമാനം ചെയ്യുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവരെ സഹായിക്കുവാൻ ദൈവമുണ്ട്. പക്ഷെ സഹായിക്കേണ്ടത് ദൈവം അനുഗ്രഹിച്ച നിന്നിലൂടെ ആയിരിക്കണം.
ദൈവം സമ്പത്ത് എന്ന നിന്നിലൂടെ ആയിരിക്കണം അവരെ സഹായിക്കേണ്ടത്. അതാണ് ദൈവം അവർക്ക് ന്യായപാലകനായി സഹായകനായി നിൽക്കുക എന്ന് പറഞ്ഞാൽ. നിന്നെ ദൈവം അനുഗ്രഹിച്ച് അവരെ സഹായിക്കാൻ വേണ്ടിയാ. ഞാനും എന്റെ ഭവനും എന്റെ ഭാര്യ എന്റെ ഭർത്താവും ഞങ്ങൾക്ക് വായിച്ച് ഇങ്ങനെ കൂടി 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 ദൈവം എന്നെ അനുഗ്രഹിച്ചുവെന്ന് ഞായറാഴ്ച സാക്ഷ്യം പറഞ്ഞാൽ സ്ഥാപിക്കപ്പെട്ടവനാ നീ. എല്ലാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നല്ല പ്രാർത്ഥന, പക്ഷെ അറുത്ത് കൈക്ക് ഉപ്പ് കിട്ടില്ല. ആരെയും കാണ്ട ഭാവം നടിക്കുകയില്ല. ഒരു ഭിക്ഷക്കാരൻ വീട്ടിൽ വന്നാൽ അവനെ ആട്ടിപ്പുറത്താക്കും, അവനിലെ കുറ്റം കണ്ടുപിടിക്കാൻ നോക്കും. ശ്രദ്ധിക്കണേ, രക്ഷപ്പെടുകയില്ല. നീ രക്ഷപ്പെടുകയില്ല, തലമുറ രക്ഷപ്പെടുകയില്ല. ഒരു പ്രാർത്ഥനയ്ക്കും മറുപടിയും കിട്ടിയില്ല. സമ്പത്ത് കിട്ടും, പക്ഷെ വിഷയങ്ങൾ കൂടുതലുണ്ടാകുകയില്ല. പുസ്തകം പറയുന്നത് ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെ എന്ന് പറഞ്ഞാൽ സഹായിപ്പാൻ ആരുമില്ലാത്തവരെ അവർക്ക് വേണ്ടി കരുതണം. പെന്തക്കോസ്തുകാരെ ഇതാണ് പഠിപ്പിക്കേണ്ട സമയം. പാട്ട് നിർത്ത്, പ്രാർത്ഥന നിർത്ത്. ഇത് ചെയ്യുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ഇത് ചെയ്യുന്നവൻ ഉപവസിക്കട്ടെ. കാരണം സ്വർഗം അതേ കേൾക്കത്തുള്ളൂ. ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സംഘടനത്തിൽ ചെന്ന് കാണുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹായം ആവശ്യമാകുമ്പോൾ നിന്റെ കണ്ണത് കാണണം. അവർക്ക് സഹായം ആവശ്യമെന്ന് തോന്നുമ്പോൾ നിന്റെ കാലങ്ങോട്ട് ചലിക്കണം. അതാണ് ദൈവത്തിന്റെ മുൻപാകെയുള്ള ഭക്തിയുടെ രണ്ടാമത്തെ ലക്ഷണം. ഒന്ന്, നാവിന് കടിഞ്ഞാണിടുക. രണ്ട്, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും. അടുത്തത്, ലോകത്താലുള്ള കളങ്കം പറ്റാത്ത വിധം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. ഉണ്ടോ? ഭക്തി ഏതാ? മൂന്നാമത്തെ എന്താ? ലോകക്കാരനാകരുത്, ലോകക്കാരിയാകരുത്. അയ്യോ, ഇയാളെ എപ്പോ പ്രസംഗിച്ചാൽ ഇത് തന്നെ പറയുന്നത്. ഇതാ ഭക്തി. ദൈവം കാണുന്ന ഭക്തിയും ഭക്തനും ഇതാ. ലോകക്കാരനാകരുത്. ലോകസ്നേഹം ദൈവത്തോടെ ശത്രുത്വമാണ്. ലോകം കാണിക്കുന്നത് പോലെ നിനക്ക് കാണിക്കാൻ അവകാശമില്ല. ലോകം ചെയ്യുന്നത് ചെയ്യാൻ നിനക്ക് അവകാശമില്ല. നീ വേർതിരിക്കപ്പെട്ടവനാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, പിതാവേ, പ്രാർത്ഥിക്കുകയാണ്, ഇവർ ലോകക്കാരല്ല, അതുകൊണ്ട് ലോകം ഇവരെ പകയ്ക്കും. ഞാനിവരെ ലോകത്തിൽ നിന്നാണ് തെരഞ്ഞെടുത്തത്, അതുകൊണ്ട് ഇവരിപ്പോൾ ലോകക്കാരല്ല. ലോകക്കാർക്ക് ഇവരോട് സ്നേഹമായി ഇടപെടാൻ കഴിയില്ല, അതുകൊണ്ട് അവരിവരെ പകയ്ക്കും, ഇവരെ ഒറ്റപ്പെടുത്തും, ഇവരെ ആക്രമിക്കും, ഇവരെ ഉപദ്രവിക്കും. അതുകൊണ്ട് നീ ഇവർക്ക് കരുതലായിരിക്കണം. പിതാവായ ദൈവത്തോട് പുത്രൻ മധ്യസ്ഥത അണയ്ക്കണമെങ്കിൽ നീ ഒരു ഭക്തനായിരിക്കണം. നീ ലോകക്കാരനാകരുത്. ഭക്തൻ എന്നുള്ള ഭക്തി എന്താണ്? ഒന്ന്, ഭക്തി നാവിന് കടിഞ്ഞാണ്ടിടണം. രണ്ട്, അനാഥരെയും വിധവമാരെയും അവരുടെ പ്രയാസത്തിൽ പോയി, സങ്കടത്തിൽ പോയി കാണണം. മൂന്ന്, ലോകത്തിലുള്ള കളങ്കം നിന്നിലേക്ക് വെളിപ്പെടാതെ വേണം നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. കൊർന്നല്യോസിനെ കുറിച്ച് പറയാ, അവൻ ഭക്തനാണ്. ഒരു പാസ്റ്ററുടെ സർട്ടിഫിക്കറ്റ് അല്ല, ഒരു സംഘടനയുടെ സർട്ടിഫിക്കറ്റ് അല്ല, അവന്റെ മുൻപിലുള്ള ആളുകളുടെ സർട്ടിഫിക്കറ്റ് അല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ഭക്തനാണ്. ഒന്ന്. രണ്ട്, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. എന്നെ കേൾക്കും ദൈവമേ, നമ്മുടെ കയ്യിൽ അതുമില്ല. നമ്മുടെ കയ്യിൽ അതുമില്ല. നമ്മുടെ കയ്യിൽ ഭക്തി എന്ന് പറയുന്നതല്ല എന്നെ പോയി. ഇപ്പം നാട്ടിലൊക്കെ ഭയങ്കര ഉപവാസം നടന്നുകൊണ്ടിരിക്കുക. കുമ്പനാട്ട് മാറി മാറി ഉപവാസമാ. കഴിഞ്ഞ ആഴ്ച വരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കേസും വഴക്കും, അത് തമ്മിൽ തല്ലും, ഫേസ്ബുക്കിനകത്തൂടെ അപമാനവും അപവാദവും ഒക്കെ പറഞ്ഞ പുള്ളികളൊക്കെ അല്ല. ഇപ്പൊ മാമാങ്കമാണല്ലോ, കൺവെൻഷൻ മാമാങ്കം. അപ്പോൾ തിരുവല്ലയിൽ ഉപവാസം, മറ്റൊരുത്ത ഉപവാസം. ഒറ്റ മാനസാന്തരപ്പെട്ടുണ്ടോ? തമ്പുരാൻ ആ ഏറിയല്ല, ഇവന്മാരുള്ള ഏറിയൽ തമ്പുരാൻ പോവുകയില്ല. അതിനും കൈയടിക്കാനും അതിനും പാട്ടുപാടാനും അതിനും പൈസ കൊടുക്കാനും ഒക്കെ ഒത്തിരി ആളുകളുണ്ട്. ശപിക്കപ്പെട്ടവരായി മാറുകയാ, ദൈവത്തെ കോപിപ്പിക്കുക. എന്താ ഉപവാസം? അത് ദൈവത്തോടുള്ള വാസമല്ലേ? അത് ഹൃദയത്തെ ശുദ്ധീകരിക്കാത്തവൻ എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും? ഹൃദയമല്ലേ ദൈവം നോക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ എന്തായിരുന്നു ഇവരുടെ സ്വഭാവം? ഇന്ന് വെള്ളയും ഇട്ടുകൊണ്ട് തിരുവല്ലയിലും കുമ്മനാലും ഒക്കെ ഇരിക്കുമ്പോൾ ഒരു നാഥാൻ പ്രവാചകൻ ഇല്ലാത്തതിന്റെ ഗതികേടുന്ന പെന്തക്കോസ്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. മുഖത്ത് നോക്കി ദാവീദേ നീയാണോ പാവി എന്ന് വിളിച്ചു പറയാനുള്ള ആളുകളൊന്നില്ലാതിരിക്കുമ്പോൾ അവരും പോയി പ്രസംഗിക്കുക, മാറി മാറി പ്രസംഗിക്കുക. ഒരു പ്രയോജനമൊന്നുമില്ല. ഭയമില്ലാത്ത ഒരു സമൂഹമായി പെന്തക്കോസ്ത് മാറി. ശ്രദ്ധിക്കണം.
ഒന്ന്, അവൻ ഭക്തനായിരുന്നു. രണ്ട്, ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. മൂന്ന്, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവനാണ്. തന്റെ മുൻപിൽ വെളിപ്പെടുന്ന ആളുകൾക്ക് അവരുടെ നിസ്സഹായതയ്ക്ക് മുൻപിൽ അവന്റെ കരം ചലിപ്പിക്കുന്നവനാണ് കൊർന്നല്യോസ്. ജാതീയനായ കൊർന്നല്യോസ്, ദൈവത്തെ പിൻപറ്റുന്ന കൊർന്നല്യോസ്, ജനത്തിന് വളരെ ധർമ്മം കൊടുക്കുന്നവൻ. 10-ാം അധ്യായം 3-ാം വാക്യം. നമ്മൾ കൊടുക്കുന്നവരാണോ? അതാ ഞാൻ പറഞ്ഞത്. ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്, പക്ഷെ അടുത്ത കൈക്കുപ്പ് വെക്കുകയില്ല. അയ്യോ, തിരിഞ്ഞു നോക്കുകയില്ല. ഒരു കൺവെൻഷന് പൈസ കൊടുക്കും, കുമ്പനാട് പൈസ കൊടുക്കും, പക്ഷേ മുമ്പിൽ വെളിപ്പെടുന്ന ഒരു സാധാരണക്കാരന്റെ മുമ്പിൽ അവൻ കൈ നീട്ടുമ്പോൾ കൈവലിക്കും. അയ്യോ, പക്ഷേ അങ്ങനൊന്നും വ്യവസ്ഥയില്ല. ഉണ്ട്. മത്തായി സുവിശേഷം ഒന്ന് എടുത്താട്ട് യേശു കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം പറയാം. മത്തായി സുവിശേഷം ഭാഗം മത്തായി സുവിശേഷം 5-ാം അധ്യായം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പഠിക്കേണ്ട അധ്യായങ്ങളാണ്. 4, 5, 6 അധ്യായങ്ങൾ. പർവ്വത പ്രസംഗം, പർവ്വതത്തിൽ കയറിയിരുന്ന് കർത്താവ് പഠിപ്പിച്ചത്. ആ 5-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം എന്താ പറയുന്നത്? 5-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം. ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. അയ്യോ, യേശു പഠിപ്പിച്ചതാ, പക്ഷെ പെന്തക്കോസുകാരായി നമുക്ക് അറിയത്തേയില്ല. സിസ്റ്ററെ ഒന്നുകൂടെ വായിച്ച്. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്, അവനെ ഒഴിഞ്ഞു കളയരുത്. അല്ലല്ല, അതിന് 42-ാം വാക്യം തുടക്കത്തിൽ. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക. അങ്ങനെ ഒരു വാക്യമില്ലേ സിസ്റ്ററെ? ഉണ്ടല്ലോ. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. അയ്യോ, ആര് പഠിപ്പിച്ചതാ? രഞ്ജൻ പാസ് പഠിപ്പിച്ചതല്ല, യേശു പഠിപ്പിച്ചതാ. നമ്മളത് കേട്ടിട്ടുണ്ടോ? നമ്മളത് കേട്ടിട്ടുണ്ടോ? നമ്മൾ പറയുന്നത് വീസ പഠിക്കണം, വെള്ളയുടുപ്പിടണം, കൈയടിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ യേശു പഠിപ്പിച്ച ഒരു കാര്യം, ധാർമ്മികമായ കാര്യം, മൗലികമായ കാര്യം, മറ്റുള്ള സമൂഹങ്ങൾ കാണുന്ന ഒരു കാര്യം, അത് നമ്മളിപ്പോൾ വിട്ടു കളഞ്ഞു. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. മത്തായി സുവിശേഷം, പുസ്തകത്തിനകത്ത് ഉണ്ട് കേട്ടോ, നോക്കണം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 42-ാം വാക്യം. യേശു മലയുടെ മുകളിൽ പോയി ഇരുന്നിട്ട് ശേഷം ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരോട് പറയുന്ന കാര്യമാണ്. പുരുഷാരവും ഉണ്ടായിരുന്നു, കസ്റ്റോഡിയൻ ശിഷ്യന്മാരും അടുത്തിരിക്കുന്ന ശിഷ്യന്മാരും, അതിന് പുറകെ പുരുഷാരവും. അവരോട് പറയുകയാണ്, നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക, വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞു കളയരുത്. ഞാൻ പറയുന്നത് വേറെ ആരെയും നമ്മൾ സഹായിക്കണ്ട. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നമ്മളെ ഈ അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ വേറെ ദേശത്തേക്ക് നമ്മളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അയച്ച ഒരു സഭ നാട്ടിലില്ലേ? നമ്മളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച ഒരു സഭ നാട്ടിലില്ലേ? നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരു സഭ നാട്ടിലില്ലേ? നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ വിവാഹം നടത്തിയ സഭ നാട്ടിലില്ലേ? നമ്മളെ സ്ഥാനപ്പെടുത്തിയ ഒരു സഭ നാട്ടിലില്ലേ? ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ നാട്ടിലില്ലേ? ആ സഭയ്ക്കകത്തേക്ക് നിന്റെ കണ്ണു പോ. അവിടെ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെന്ന് നടിക്കാതെ നീ ഇവിടെ എത്ര ആത്മീയം കളിച്ചാലും നിന്റെ സ്വർഗം 0 ആക്കി വെച്ചിരിക്കുകയാ. നിന്നെ പോലെ ശപിക്കപ്പെട്ടവൻ വേറെ ആരുമില്ല. അയ്യോ, നാളായിട്ട് ഞാനത് പറയുക. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പാട്ട് പഠിപ്പിച്ചിട്ടില്ല, എന്റെ കുഞ്ഞുങ്ങളെ കീബോർഡ് ഞാൻ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കാൻ താല്പര്യവുമില്ല. പക്ഷെ ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളതിൽ നിന്ന് നിങ്ങൾ ഇല്ലാത്തവന് കൊടുക്കണം. എനിക്ക് ധൈര്യത്തോടെ പറയാം, ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുവാനുള്ള കൃപ 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 ദൈവം തന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ഇവിടെ ഒന്നും കാണത്തില്ല, വിഷയമല്ല. പക്ഷെ അകത്തൊരു സന്തോഷമുണ്ട്. ഒന്ന് വീണാൽ ഒത്തിരി പേര് പ്രാർത്ഥിക്കാനുണ്ട്, ഒരു താഴ്ച വന്നാൽ ഒത്തിരി പേര് കരയാനുണ്ട്. അതിനേക്കാൾ വലിയ അനുഗ്രഹം ഈ ഭൂമിയിൽ വേറെ ഇല്ല. യഹൂദനെ ദൈവം തെരഞ്ഞെടുത്ത്, ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്ത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവരെ അനുഗ്രഹിച്ച് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവരിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാ, ജാതികൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാ. പക്ഷെ അവരാ അത് മറന്നു, അവരിലേക്ക് ഒതുങ്ങി. അതേപോലെ പെന്തക്കോസ്ത് സമൂഹം, ആ സമൂഹത്തെ ദൈവം വർദ്ധിപ്പിച്ചത്, അവർ പെരുകിയത്, അവർ അനുഗ്രഹിക്കപ്പെട്ടത് അവരിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അവരതെല്ലാം മറന്നു. അല്ലെങ്കിൽ ഇപ്പൊ ബാങ്ക് ബാലൻസ് കൂട്ടി, വീടുകളുടെ എണ്ണം കൂട്ടി, കാറുകളുടെ എണ്ണം കൂട്ടി, എന്നിട്ട് പറയാണ് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചെന്ന് ഞായറാഴ്ച പറഞ്ഞാൽ അത് തട്ടി താഴോട്ട് വീഴത്തേ ഉള്ളൂ, മേളിലോട്ട് പോകില്ല.
ഇവിടെ യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്, യാചിക്കുന്നവന് കൊടുക്കണം. നിന്റെ മുമ്പിൽ ഒരാൾ കൈനീട്ടിയാൽ അയാളുടെ ഗതികേടാണ്, അയാളുടെ ദയനീയ അവസ്ഥയാണ്, നിന്നെക്കാൾ അയാൾ താഴ്ന്നു നിൽക്കുകയാണ്. അവരെ കൂടി ഉയർത്തുവാൻ ആ ദൈവം നിന്നെ അനുഗ്രഹിച്ചത്. ഒരാൾ വായ്പ ചോദിച്ചാൽ അയാളുടെ നിവർത്തിയില്ലാത്തത് കൊണ്ടാ സഹോദരി, നിവർത്തിയില്ലാത്തത് കൊണ്ടാ. അത് നിന്റെ പോക്കറ്റിൽ ഉണ്ടായിരിക്കെ നീ അതിൽ നിന്ന് ഒരു അംശം അവർക്ക് കൊടുക്കാതെ പ്രാർത്ഥിക്കാം സഹോദര, ദൈവം കേൾക്കുമെന്ന് പറഞ്ഞാൽ അവന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. പക്ഷെ നിന്റെ കാര്യം ഒരു വിഷയം വരുമ്പോൾ ദൈവം മുഖം മറയ്ക്കും. എന്നാ ഭാഗം വിടുകയാ. 41-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗം ഇങ്ങനെയാ പറയുന്നത്. സങ്കീർത്തനം 41-ന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെ, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ ഒത്തിരി സമ്പത്തുള്ളവനല്ല ഭാഗ്യവാൻ. ദൈവം അനുഗ്രഹിച്ചുവെന്ന് എല്ലാ ഞായറാഴ്ചയും സഭയിൽ പറയത്തക്കവണ്ണമുള്ള നന്മ നിന്റെ കയ്യിൽ വന്നാൽ നീ ഭാഗ്യവാന്റെ പട്ടികയിൽ വരികയില്ല. ദൈവം പറയാണ്, എളിയവനെ, നിന്നെക്കാൾ താണു നിൽക്കുന്നവനെ, അതേ എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചില്ല, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. നിനക്കൊരു വിഷയം വരുമ്പോൾ, നിനക്കെതിരെ ശത്രു പ്രവർത്തിക്കുമ്പോൾ ദൈവം കാണാതിരിക്കില്ല, അവൻ പെട്ടെന്ന് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുമെന്ന. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവനെ ദൈവം ഭൂമിയിൽ അനുഗ്രഹിക്കും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ഈ രോഗത്തിൽ നീ അവന്റെ കിടക്കിയെല്ലാം മാറ്റിവിരിക്കും. 7 കൂട്ടം കാര്യം, ഒരു കാര്യം ചെയ്താൽ ബാക്കി 6 കൂട്ടം കാര്യം നിനക്ക് വേണ്ടി ദൈവം ചെയ്യുക. ഏതാ? നീ എളിയവനെ ആദരിച്ചാൽ, നിന്നേക്കാൾ താണു നിൽക്കുന്നവനെ നീ സഹായിച്ചാൽ, അവനോട് കരുണ കാണിച്ചാൽ, അവനോട് ദയ കാണിച്ചാൽ, അവനോട് മനസ്സലിഞ്ഞാൽ, അവന് വേണ്ടി നിന്റെ കരമൊന്ന് ചലിപ്പിച്ചാൽ ദൈവം 6 കാര്യം നിനക്ക് വേണ്ടി ചെയ്യും. 1, അനർത്ഥ ദിവസത്തിൽ ദൈവം രക്ഷിച്ചെങ്കിൽ, എന്നെ കഴിഞ്ഞ ഒരു മാസം ദൈവം എന്നെ രക്ഷിച്ചു. ഞാനും എന്റെ കുടുംബവും കടന്നുപോയ വാഹനാപകടത്തിൽ നിന്ന് ദൈവം എന്നെ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷിച്ചു. എന്റെ ഡ്രൈവിംഗ് ബാലൻസ് കൊണ്ടോ, അതിന്റെ ബലം കൊണ്ടോ, എന്റെ വണ്ടിയുടെ വലിപ്പം കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമല്ല. തീരാമായിരുന്നു. 2023 ഈ അവസാന മാസം പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടാകാതിരിക്കാമായിരുന്നു. എന്നാൽ അവിടെ വിടുവിച്ചത് ദൈവത്തിന്റെ കരമാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാ. അനർത്ഥ ദിവസത്തിൽ അവൻ നിന്നെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടും. അവന്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് ദൈവം അവനെ ഏൽപ്പിക്കുകയില്ല. സൂക്ഷിക്കണം, കാരണം ഇത് അന്ത്യകാലമാണ്. പക്ഷെ നമുക്ക് ഈ ബോധമില്ല. നമുക്ക് ഈ സിംഹാസനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭൗതികമാണ്. പക്ഷെ പുസ്തകം പറയുന്ന സിംഹാസനം എന്താണെന്നറിയാമോ? താഴ്മയായിടണം നിന്റെ സിംഹാസനം, യാഗമായിടണം നിന്റെ സമ്പാദ്യവും. താഴ്മയായിടണം നിന്റെ സിംഹാസനം, യാഗമായിടണം നിന്റെ സമ്പാദ്യവും. മനുഷ്യാമി മണ്ണാകും മണ്ണോടു ചേർന്നിടും, മനുഷ്യാമി മണ്ണാകും മണ്ണോടു ചേർന്നിടും. കരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. നമ്മൾ ഈ മണ്ണിലേക്ക് പോകേണ്ടവരാന്നുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് വേണ്ടി ഇങ്ങനെ ഛർദിച്ച് വെക്കുന്നത്. പാട്ടുകാരൻ പറയുന്നത് അതാണ്, മനുഷ്യ നീ മണ്ണാകും മണ്ണോട് ചേർന്നിടും, മനുഷ്യ നീ മണ്ണാകും മണ്ണോട് ചേർന്നിടും. കരയിൽ നീ ഒരു യാത്രികൻ, സ്വർഗം അകതാരിൽ കരുതിയിടണം. താഴ്മയായിടണം നിന്റെ സിംഹാസനം, യാഗമായിടണം നിന്റെ സമ്പാദ്യവും. താഴ്മയായിടണം നിന്റെ സിംഹാസനം, യാഗമായിടണം നിന്റെ സമ്പാദ്യവും. നിന്റെ സമ്പാദ്യം അതൊരു യാഗമായി മാറണം.
സമർപ്പണമായ യാഗം സമർപ്പണമാണ്. അതിന് സമർപ്പണമായി മാറണം. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ആ ഭാഗം വിടുകയാണ്. ശ്രദ്ധിക്കണമേ, 21 ദിവസവും 40 ദിവസവും ഉപവാസം ഇരുന്നിട്ട് കാര്യമില്ല. ഉപവാസം ഇരിക്കുന്നവൻ എളിയവനെ ആദരിക്കുന്നവനായിരിക്കണം. നാവിന് കടിഞ്ഞാണിടുന്നവനായിരിക്കണം. അനാഥരെയും വിധവമാരുടെ സാവരുടെ പ്രയാസത്തിൽ പോയി കാണുന്നവരായിരിക്കണം. ലോകത്തോട് അനുരൂപരാകാതെ ദൈവത്തിന്റെ സ്നേഹത്തോട് അനുരൂപരായി ജീവിക്കുന്നവരായി മാറണം. അവർ ദാനധർമ്മം ചെയ്യുന്നവരായിരിക്കണം. അടുത്തൊരു പറയുന്നത്, അദ്ദേഹം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നയാളാണ്. കൊർന്നല്യോസിന്റെ അടുത്ത ഗുണം നാലാമത്, എപ്പോഴും പ്രാർത്ഥിക്കുന്നയാളാണ്. നല്ല സാക്ഷ്യമുള്ളയാളാണ്. ദർശനം ദൈവം കൊടുത്തയാളാണ്. അവിടെ ഒരു വാക്യമുണ്ട് കേട്ടോ. ഇവിടെ ഒരു വാക്യമുണ്ട്. നിന്റെ ദൂതം വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിലെത്തിയിരിക്കുന്നു. എനിക്ക് സന്തോഷം കിട്ടിയ ഒരു വാക്യം അതാ. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും, നിന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിലെത്തിയെന്നല്ല പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും. നീ കൊടുത്ത ഒരു കാശുണ്ടല്ലോ, ഒരു ഗ്ലാസ് വെള്ളമുണ്ടല്ലോ, ദൈവം അത് നോക്കിയിരിക്കുകയായിരുന്നെന്ന്, ദൈവം അത് കണക്കിട്ടെന്ന്, ദൈവം അത് കണ്ടെന്ന്. അവിടെ പ്രാർത്ഥന കേൾക്കാത്തതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. കയ്യിലുള്ളതൊന്നും ത്യജിക്കാൻ നമുക്ക് താല്പര്യമില്ല. ഒന്നും ആർക്കും വിട്ടുകൊടുക്കാൻ താല്പര്യം. നമ്മുടെ നേതാക്കന്മാർക്ക് സ്ഥാനമാനങ്ങൾ വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. അവർക്ക് സ്റ്റേജ് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല. അടുത്ത സഹോദരന് വേണ്ടി ഒന്ന് മാറിയിരിക്കാൻ താല്പര്യമില്ല. പ്രാർത്ഥനയാ, അതുകൊണ്ട് എങ്ങും എത്തുന്നില്ല. ദൈവം നോക്കുന്നത് പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിലെത്തി. പക്ഷെ നിനക്ക് ഒരു കുറവുണ്ട്. അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം? നീ ആ കുറവ് മാറ്റാൻ പത്രോസിനെ വിളിച്ചു വരുത്തണം വീട്ടിൽ. സാറാ, കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ മരിച്ചുപോയി. അവളെ ഉയർപ്പിച്ച ആളാണ്, ദേശം മൊത്തം അറിയപ്പെടുന്ന ആളാണ്. ആ ആളിപ്പോ 6 മണി നേരത്ത് തോൽക്കൊലനായ സീമോന്റെ വീട്ടിൽ വെൺമാടത്തിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദേവദാസന്മാരുടെ പറയട്ട്, ഇതിനേക്കാൾ വലിയ അത്ഭുതമൊന്നും നമ്മളാരും ചെയ്തിട്ടില്ല. ഇത്രയും വലിയ അത്ഭുതം ചെയ്ത് തലേ ദിവസം ഒരു സ്ത്രീയെ ഉയർപ്പിച്ച ആളും ഇപ്പോൾ 6 മണി നേരത്ത് പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറിയ. നമ്മളിപ്പോ പറഞ്ഞാൽ നമുക്കിപ്പോ സമയമില്ല, നമുക്കിപ്പോ സ്റ്റേജ്, അതുകൊണ്ട് ഇപ്പൊ ഒന്നിനും സമയമില്ല. പക്ഷെ പത്രോസിന് കഴിഞ്ഞ ദിവസം സ്ത്രീയെ ഉയർപ്പിക്കാവുന്ന ഉയർപ്പിച്ച പത്രോസിന് ഇപ്പൊ പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. അത് ഞങ്ങളുടെ ദൂത, അത് ഞാനിഞ്ഞെടുത്തു. ഓക്കെ, ശ്രദ്ധിക്കണമേ. അപ്പോൾ കൊർന്നല്യോസിന് ഇത്രയും ഗുണമുണ്ട്. ഭക്തനാണ്, ദാനധർമ്മം കൊടുക്കുന്നയാളാണ്, ദൈവത്തെ ഭയപ്പെടുന്നയാളാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നയാളാണ്, വെളിപ്പാടുള്ളയാളാണ്, എന്ന് പറഞ്ഞാൽ ദർശനമുള്ളയാളാണ്, നല്ല സാക്ഷ്യമുള്ളയാളാണ്. പക്ഷെ ഒരു കുറവുണ്ട്. അത് മാറ്റണമെങ്കിൽ നീ ആ പത്രോസ് എന്ന മറുപേരുള്ള സീമോൻ എന്ന് പറയുന്ന ആളെ നീ വിളിച്ചു വരുത്തണം. അയാൾ ഇന്ന വീട്ടിൽ പാർക്കുന്നു. അയാളെ വിളിച്ചു വരുത്തിയിട്ട്, അയാൾ തോൽക്കൊലനായ സീമോന്റെ വീട്ടിൽ പാർക്കുന്നു. അയാളെ വിളിച്ചു വരുത്തിയിട്ട് നീ വചനം കേൾക്കണം. അപ്പൊ നിനക്ക് ഒരു ന്യൂനതയുണ്ട്, വചനമില്ല. കൊർന്നല്യോസേ വചനമില്ല. അതെങ്ങനെ അറിയാൻ പറ്റുന്നത് വചനമില്ലെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഈ വചനത്തിൽ തന്നെ ഉണ്ട്. കൊർന്നല്യോസ് പോയി ആളിനെ വിട്ടു, ഭക്തനായ ഒരു മനുഷ്യനെ വിട്ടു. പത്രോസിനോട് പറഞ്ഞു വരണമെന്ന് പറഞ്ഞു. പത്രോസിനെ ദൈവം കാണിച്ചു കൊടുത്തു. അതല്ല വിഷയം അറിയാവുന്നതുകൊണ്ട് പത്രോസ് ഇവന്റെ വീട്ടിലേക്ക് വരിക. അപ്പോഴത്തേക്ക് പത്രോസ് വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് ഈ കൊർന്നല്യോസ് അവന്റെ വീട്ടിനകത്തോ ക്രമീകരണം ചെയ്തു. അവന്റെ വീട്ടിനകത്തുള്ളവരെല്ലാം ഇരുത്തി, വെളിയിലുള്ള ആളുകളെ, അവന് സപ്പോർട്ടുള്ള ആളുകളെ എല്ലാം കൊണ്ടുവന്ന് വചനം കേൾക്കാൻ വേണ്ടി. കാരണം ദൂതം പറഞ്ഞതാണ് വചനം കേൾക്കണമെന്ന്, പത്രോസിന്റെ വചനം കേൾക്കണമെന്ന്. അതുകൊണ്ട് എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് അവൻ വന്നിരിക്കുകയാ. എല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ലോകപ്രശസ്തനായ, കാരണം ഒരു സ്ത്രീയെ ഉയർപ്പിച്ച പത്രോസ് ഇങ്ങനെ വരികയാ. പത്രോസ് ഇങ്ങനെ വന്ന് വീടിന്റെ അടുക്കലെത്തിയപ്പോൾ ഇയാൾ ഓടി അങ്ങോട്ട് ചെന്ന് അവന്റെ കാൽക്കൽ വീണ് അവനെ നമസ്കരിച്ചു. ശ്രദ്ധിക്കണേ, വചനമില്ലാത്തതിന്റെ ലക്ഷണം. വചനമില്ലാത്തവൻ കാൽക്കൽ വീണ് നമസ്കരിക്കുക. അത്ഭുതം ചെയ്ത പത്രോസിനെ കണ്ടപ്പോൾ, മരിച്ചവനെ ഉയർപ്പിച്ച പത്രോസിനെ കണ്ടപ്പോൾ കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്നാൽ വചനമുള്ള പത്രോസ് പറഞ്ഞെന്താണെന്നറിയാമോ? കൊള്ളാൻ മോനെന്നല്ല, നോ, അങ്ങനെ ചെയ്യരുത്, ഞാനും നിന്നെ പോലൊരു മനുഷ്യൻ. അയ്യോ, കഴിഞ്ഞ ദിവസം ഇയാളല്ലയോ സ്ത്രീയെ ഉയർപ്പിച്ചത്, അതൊക്കെ വേറെ കാര്യം. അല്ലെ, ആരാധന എനിക്ക് വരരുത്, മഹത്വം എനിക്ക് വരരുത്. കാരണം പറ്റില്ല. ആരാധന ദൈവത്തിനുള്ളതാണ്, മഹത്വം ദൈവത്തിനുള്ളതാണ്, നമസ്കാരം ദൈവത്തിനുള്ളതാണ്. അത് മനുഷ്യർക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. ഞാനും നിന്നെ പോലൊരു മനുഷ്യനാണ്. നോക്ക്, ഇത് വചനമുള്ളവന്റെ ലക്ഷണമാണ്. അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം, വചനമുണ്ടോ?
നമുക്ക് വചനമില്ലെങ്കിൽ വലിയ സെൻട്രൽ പാസിനെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭക്തി വരും. ദൈവസന്നിധിയിൽ ഭക്തിയില്ല. അപ്പച്ചനെ കാണുമ്പോൾ നമ്മൾ ഈ മുട്ടലിരിക്കും, പക്ഷെ ദൈവസന്നിധിയിൽ മുട്ടലിരുന്നിട്ട് കാലങ്ങൾ വർഷങ്ങളുമായി. വചനമില്ലാത്തതിന് ലക്ഷണമാണ്. ഞങ്ങളുടെ സഭ എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ആവേശം വരുന്നുണ്ടല്ലോ, ഭക്തിയിൽ വചനമില്ലാത്തതിന് ലക്ഷണം. ഞങ്ങളുടെ ക്ലാസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വചനമില്ലാത്തതിന്റെ ലക്ഷണമാണ്. പറയേണ്ടത് ആരാ? യേശുവിനെയാണ്. പറയേണ്ടത് ദൈവത്തെയാ. ബാക്കിയെല്ലാം ഒരേപോലെയാ. മരിച്ചവരെ ഉയർപ്പിച്ചാലും പ്രസംഗിച്ചാലും പ്രവചിച്ചാലും ഒക്കെ ഒരേ തുല്യതയാ, ഒരു വ്യത്യാസമില്ല. ഞാനും നിങ്ങളെ പോലെ മനുഷ്യനാ. ഇത് പത്രോസ് മാത്രമല്ല, വേറൊരു ഭാഗത്തും ദേവന്മാരാണെന്ന് പറഞ്ഞ് എല്ലാവരുടെ ആർത്തുല്ലസിച്ചിട്ട് വന്നപ്പോൾ പൗലോസ് വസ്ത്രം കീറിട്ട് പറഞ്ഞു, കുഞ്ഞാ ചെയ്യരുത്, ഞങ്ങളും നിങ്ങളെ പോലെയുള്ള മനുഷ്യരാ. വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളുടെ അകത്തും ഇരിക്കുന്നത് യേശു, നിങ്ങളുടെ അകത്തിരിക്കുന്നത് യേശു. വലിയ യേശുവാണ്. യേശുവിനെ അല്ലാതെ വേറൊന്നിന്റെ മുമ്പിൽ കുമ്പിടരുത്. കണ്ടോ ഇതിലേ. അപ്പൊ ഈ ഒരു കുറവ് ഭക്തനായ, ദൈവത്തെ ഭയപ്പെടുന്നവനായ, ദാനധർമ്മം കൊടുക്കുന്നവനായ, പ്രാർത്ഥന ദൈവസന്നിധിയിൽ, ദാനധർമ്മം ദൈവസന്നിധിയിൽ എത്തി ദർശനം പ്രാപിച്ചവനായ കൊർന്നല്യോസിന് ഈ ഒരു ന്യൂനതകളുണ്ട്. അതിനാണ് പത്രോസിനെ അയക്കുകയാണ്. എവിടെയാണ് നിന്റെ ന്യൂനത? അത് പരിഹരിക്കാൻ ബാക്കി ഭാഗങ്ങൾ ക്രമീകരിച്ചാൽ ദൈവം ചിലത് ചെയ്യും. കൊർന്നല്യോസെ, ബാക്കി ഭാഗങ്ങൾ ക്ലിയർ ആയതുകൊണ്ട് അത് ഈ ഒരു കുറവ് നിനക്കുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിച്ച് നിന്നെ ഒരു യോഗ്യതയുള്ള മാനദണ്ഡമാക്കി മാറ്റാൻ ദൈവം ചിലത് ചെയ്യും. ദൈവം പത്രോസിന് ദർശനം കൊടുക്കും. ദൈവം പത്രോസിനെ നിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരും. അവൻ വചനം പറയുമ്പോൾ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. ഒരു ജാതിയന്റെ വീട്ടിൽ പത്രോസ് കാര്യം പറഞ്ഞവനെ മനസ്സിലാക്കി. ആ ഭവനത്തിൽ കൊർന്നല്യോസ് പറയാണ്, കർത്താവ് നിന്നോട് കൽപ്പിച്ചതെല്ലാം കേൾക്കുവാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുൻപാകെ കൂടിയിരിക്കുന്നു. ദൈവവചനം കേൾക്കാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കർത്താവ് നിന്നോട് കൽപ്പിച്ചതെല്ലാം മനുഷ്യന്റെ ശബ്ദമല്ല, സാക്ഷാൽ ദൈവ ശബ്ദമാണ് നിന്നിലൂടെ വെളിപ്പെടുന്നത്. അത് കേൾക്കാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുൻപാകെ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞാട്ടെ, പത്രോസ് അങ്ങോട്ട് നിന്നും പ്രസംഗിക്കാൻ, വചനം സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ, യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ കേട്ട ആ കുടുംബത്തിനകത്തുള്ളവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ബദലേ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വീട്ടിൽ വരണം. നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരണം. നിങ്ങളുടെ സഭയിൽ പരിശുദ്ധാത്മാവ് വരണം. അവിടെയാണ് അസാധ്യതകൾ സാധ്യമായി മാറുന്നത്. അവിടെയാണ് ദൈവപ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലെ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. പാട്ടുകാർ കൂടിയത് കൊണ്ടല്ല, നല്ല പ്രസംഗം വന്നതുകൊണ്ടല്ല, ആ നല്ല കീബോർഡ് വന്നതുകൊണ്ടല്ല വരത്തില്ല, ദൈവപ്രവർത്തി വെളിപ്പെടത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ അവിടെ ദൈവപ്രവർത്തികൾ നടക്കും. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ഇതാ പരിശുദ്ധാത്മാവ് വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. പിന്നീട് അവിടെ നടന്ന ദൈവപ്രവർത്തിയാണ്. എല്ലാവരും സ്ഥാനപ്പെടുക. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിലെ കണ്ണുകളെ അടയ്ക്കാൻ സമയം മുൻപോട്ട് പോയി കണ്ണുകളെ അടച്ചാൽ. ഒരു ദൈവപ്രവൃത്തി നീ ആഗ്രഹിക്കുന്നു, നിന്റെ ഭവനത്തിൽ ഒരു ദൈവപ്രവൃത്തി ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സഭയിൽ ഒരു ദൈവപ്രവൃത്തി ആഗ്രഹിക്കുന്നെങ്കിൽ അവസാനമായിട്ട് പറയട്ടെ, പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ ക്രമീകരണം പ്രാപിച്ചേ പറ്റത്തുള്ളൂ. ക്രമീകരണം പ്രാപിക്കാത്ത ഒരൊറ്റയിടത്തും എത്ര ഉപവാസം നടത്തിയാലും, എത്ര ആയിരക്കണക്കിന് പാസ്റ്റർമാർ ഒരേപോലെ സ്റ്റേജിൽ നിന്നാലും, 21 ദിവസം 42 പ്രവാചകന്മാർ വന്നാലും, കച്ചിൽ നിന്ന് പ്രവചിച്ചാലും അത് ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാരാണ്. ലോകത്തിന് വേണ്ടി പ്രവചിക്കുന്ന പ്രവാചകന്മാരാണ്. അവിടെ തീയിറങ്ങില്ല. എന്നാൽ ഒരു ഏലിയാവാൻ നീ തയ്യാറാകുക. കൊട്ടാരത്തിൽ പോയി മുഖം നോക്കി, അകലെ നീയും നിന്റെ പിതൃഭവനവുമാണ് ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തിയതെന്ന് പറയാൻ തന്റെ ഇടമുള്ള ഏലിയാവുമാർ വരട്ടെ. പ്രാർത്ഥിക്കുന്ന, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ഏലിയാവുമാർ വരട്ടെ. ദേശത്തോടെ കൽപ്പിക്കുന്ന ഏലിയാവുമാർ വരട്ടെ. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാഴ്ച വിട്ടും ദൈവത്തിന്റെ സന്നിധിയിലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അല്ല, അപ്പുറത്തെങ്കിൽ അപ്പുറത്തൊന്ന് പറയാൻ തന്റെ ഇടമുള്ള ദൈവദാസൻ ഏലിയാവ് വരട്ടെ. കണ്ണുകളെ അടയ്ക്കാം. ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം കൊതിക്കുന്നു. ആത്മഭാരമുള്ളവര്, ആത്മദാഹമുള്ളവര്, ആത്മാവിൽ എരിവുള്ളവര്, ആലയത്തെ വിൽപ്പന ചരക്കാക്കി മാറ്റുന്ന, സുവിശേഷത്തെ വിറ്റുതൊലയ്ക്കുന്ന കള്ളപ്രവാചകന്മാരും കള്ള ഉപദേശിമാരെയും നിലയ്ക്ക് നിർത്താൻ ശബ്ദം കൊണ്ട് ചലിപ്പിക്കുന്ന ദൈവദാസന്മാരെ എഴുന്നേൽക്കട്ടെ. ഇത് അന്ത്യകാലമാണ്. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഞാൻ ആഗ്രഹിക്കുന്നു ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ ആത്മാവിന്റെ ഇരട്ടി എന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരണം, എന്റെ മേൽ ഇറങ്ങി വരണം, എന്റെ തലമുറയുടെ മേൽ ഇറങ്ങി വരണം. ദൈവശക്തി വെളിപ്പെടുത്തുവാൻ മറ്റൊന്നുമില്ല. ദൈവശക്തി വെളിപ്പെടുത്തണം.
ദൈവശക്തി വെളിപ്പെടുത്തണം. എത്ര പേർ കൊതിക്കുന്നുണ്ട്? അങ്ങനെ കൊതിക്കുന്നവർ എത്ര പേരുണ്ട്? നിങ്ങൾ എവിടെയായിരിക്കുന്നു അവിടെ ഇരുന്ന് നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ പോയി. പരിശുദ്ധ പിതാവേ, തിരുക്കരങ്ങളിലേക്ക് ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ കാലത്തിൽ ആവശ്യം ദൈവശക്തിയാണ്, ദൈവകൃപയാണ്, ദൈവത്തിന്റെ കരുണയാണ്, നിന്റെ മനസ്സലിവാണ്. അത് ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ തലമുറയിലേക്ക് വെളിപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങൾ നിൽക്കുന്ന മണ്ഡലങ്ങൾ ആത്മാവിന്റെ എരിവിന്റെ മണ്ഡലങ്ങളാക്കി മാറ്റുവാൻ, ആത്മശക്തിയുടെ പ്രദർശനശാലകളാക്കി ഞങ്ങളെ മാറ്റുവാൻ കർത്താവേ അടിയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആണ്ടും തീരാറായി കർത്താവേ. ഈ കാലയളവിൽ ഞങ്ങൾ മടങ്ങി വരുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയും കൃപാവരങ്ങളും അല്ല കർത്താവേ, അതിനപ്പുറം ദൈവവചനത്തിന്റെ ശക്തി ഞങ്ങളിൽ വഹിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങേ പ്രസാദിപ്പിക്കുന്ന ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് അങ്ങേ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. അങ്ങ് നിശ്ചയിച്ചതേ നടക്കത്തുള്ളൂ. അങ്ങ് മനസ്സറിയുന്ന ദൈവമാണ്, ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ്, ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ദൈവത്തെ പ്രസാദിപ്പിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ ജനത്തെ ഞാൻ എന്റെ മേൽ പകർന്നിരിക്കുന്ന അധികാരത്തിലും അഭിഷേകത്തിലും അനുഗ്രഹിച്ച്, കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വം യേശു കർത്താവിന് മാത്രം അർപ്പിച്ച് അടിയനെ ഒരു കരുതയെ പോലെ താഴ്ത്തുന്ന കർത്താവേ, പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.